ശിഷ്യന്മാരെ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് യേശു കർത്താവ് ഒരു കല്ലേറ് ദൂരം മാറിപ്പോയി പിതാവിനോട് നിലവിളിക്കുകയാണ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കിത്തരണം. എന്നിട്ട് വീണ്ടും അവൻ പറയുകയാണ്, എൻ്റെയും നിങ്ങളുടെയും മുഖം നോക്കിയിട്ട് യേശു കർത്താവ് പറയുകയാണ്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ. ഈ ലോകം മുഴുവൻ നശിച്ചു പോകുമെന്ന് ഓർത്തിട്ട് യേശു കർത്താവ് വീണ്ടും ആ കുരിശെടുക്കുവാനായിട്ട് എന്നെയും നിങ്ങളെയും ഓർത്തിട്ട് തയ്യാറാവുകയാണ്. യേശു പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ശിഷ്യന്മാര് വിഷാദത്തോടുകൂടെ അവര് ഉറങ്ങിക്കിടക്കുന്നതാണ് കാണുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 40-ാം വാക്യത്തിൽ യേശു കർത്താവ് പത്രോസിനോട് ഒരു ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യം ഇന്ന് യേശു കർത്താവ് നിങ്ങളോടും ചോദിക്കുന്നു. പത്രോസേ, ഈ മരണവേദനയിലായിരിക്കുന്ന, അതിദുഃഖത്തോടുകൂടെ ആയിരിക്കുന്ന, പ്രാണവേദനയിലായിരിക്കുന്ന എന്നോടുകൂടെ ഒരു നാഴിക നേരം ഉണർന്നിരിക്കുവാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? എന്നോടും നിങ്ങളോടും യേശു കർത്താവ് ഇന്ന് ഈ സന്ധ്യാസമയം ചോദിക്കുകയാണ്. യേശു കർത്താവ് ക്രൂശിലേറി മാനവരാശിയെ വീണ്ടെടുത്തു, നമുക്കറിയാം. എങ്കിലും ഞാനും നിങ്ങളും ആ സത്യം തിരിച്ചറിഞ്ഞില്ലെങ്കിലും ആ സത്യം തിരിച്ചറിയാത്ത ഒരു കൂട്ടം ജനം ഈ ലോകത്ത് നശിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവ് ഇപ്പോഴും നമ്മുടെ അകൃത്യം നിമിത്തം, നമ്മുടെ പാപം നിമിത്തം, ലോകത്തിൻ്റെ മ്ലേച്ഛത നിമിത്തം ഇപ്പോഴും വേദനയിലായിരിക്കുന്നു. എന്നോടും നിങ്ങളോടും ചോദിക്കുകയാണ്, എൻ്റെ കൂടെ ഒരു നാഴിക നേരം ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങളെ ഓരോരുത്തരെയും ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് യേശു കർത്താവ് വിളിക്കുകയാണ്. കർത്താവിന് വേണ്ടി നിങ്ങളെ സ്വയം ത്യജിച്ചുകൊണ്ട്, നിങ്ങളുടെ വീട്ടിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകാം, നിരവധി ദുർഘട സമയങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാകാം. ഹല്ലേലൂയ. ഒത്തിരി പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, തലമുറകളെക്കുറിച്ചുള്ള ഭാരമുണ്ടാകാം. ഇങ്ങനെ നിരവധി വിഷയങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കാം. ഇതെല്ലാം മറന്നു കളഞ്ഞിട്ട്, ഇതെല്ലാം ഒന്ന് മാറ്റി വച്ചിട്ട് ഒരു നാഴിക നേരം കർത്താവിനു വേണ്ടി ഒരു മണിക്കൂർ നിങ്ങൾക്ക് മാറ്റിവെക്കുവാനുണ്ടോ എന്ന് യേശു കർത്താവ് ഒരു ദിവസം നിങ്ങളോട് ആലോചന ചോദിക്കുകയാണ്. മറ്റൊന്നും നിങ്ങൾ ഓർക്കുവാൻ പാടില്ല. ആ പ്രാർത്ഥനാ സമയം, ആ ഒരു നാഴിക നേരം യേശു കർത്താവിൻ്റെ മരണവേദനയാണ് നിങ്ങൾ കാണേണ്ടത്. അവൻ എന്തിനാണ് ആ മരണവേദന സഹിച്ചത്? ഈ ലോകം രക്ഷയിലേക്ക് വരുവാൻ, നശിച്ചു പോകുന്ന മാനവരാശിയെക്കുറിച്ചുള്ള ഭാരത്തിൽ ഇന്നും യേശു കർത്താവ് ആയിരിക്കുമ്പോൾ ആ ഭാരം ചുമക്കുവാൻ ഒരു നാഴിക നേരം നിങ്ങൾക്ക് ഉണർന്നിരിക്കുവാനായിട്ട് സാധിക്കുമോ? ആ ഭാരം ചുമക്കുവാൻ സഭ, അന്ത്യോക്യയിൽ ആരംഭിച്ച സഭ, യേശു കർത്താവിന്റെ ക്രൂശും മരണത്തിന് ശേഷം അന്ത്യോക്യയിൽ സഭ ആരംഭിച്ചു. ആദിമ സഭ എങ്ങനെ ആരംഭിച്ചു എന്നറിയാം. ആദിമ സഭയുടെ സ്ട്രക്ചർ നമുക്കറിയാം. വളരെ പെർസിക്യൂഷനിലൂടെ, പീഡാനുഭവത്തിലൂടെ ആദിമസഭ കടന്നുപോയി. ആദിമസഭ കടന്നുപോയപ്പോൾ അവർക്കുണ്ടായിരുന്ന ഒരേ ഒരു ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയായിരുന്നു. ഇന്ന് നമ്മുടെ രാജ്യം, നമ്മുടെ വിശ്വാസികൾ, സഭ ഒരു പീഡാനുഭവത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാം. വചനം പറയുന്നവരെ കാരണം കൂടാതെ ജയിലിൽ അടയ്ക്കുന്നു. വചനം രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്നവരെ ബ്ലാക്ക് മാജിക് ചെയ്യുന്നവരെന്ന് വിളിക്കുന്നു. ദൈവശബ്ദം കേൾക്കുന്നവരെ മൈൻഡ് മാപ്പിംഗ് നടത്തുന്നവരെന്ന് പരിഹസിക്കുന്നു. ഇങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഒരു അച്ഛൻ ജയിലിലായി എന്നറിഞ്ഞാൽ, ഒരു മിഷണറി ജയിലിലായി എന്നറിഞ്ഞാൽ നമ്മൾ ഉടനെ നിയമ നടപടികളിലേക്ക് നീങ്ങും. നമ്മൾ കോടതിയിൽ കേസ് കൊടുക്കും. ഇതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നേ. നമ്മൾ നിയമ നടപടികളിലേക്ക് നീങ്ങും, സമരം ചെയ്യുവാൻ ഇറങ്ങും, പരാതികൾ കൊടുക്കും, ഗവൺമെന്റിനെ സമീപിക്കും. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം വായിക്കുക, ദൈവത്തിന്റെ ശക്തി തിരിച്ചറിയുക. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ ആദിമസഭ പീഡാനുഭവത്തിലൂടെ കടന്നു പോകുന്നു. യാക്കോബ് അപ്പോസ്തലൻ ശിരച്ഛേദം ചെയ്യപ്പെട്ടു. പത്രോസിനെ കാരാഗ്രഹത്തിൽ അടച്ചു. ആദിമസഭയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഒരു ചെറുവിരൽ പോലും അനക്കുവാനായിട്ട് കഴിയത്തില്ല. അവർ നിസ്സഹായരാണ്. ഒരു വീടിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട്, ഒരു മുറിയിലിരുന്ന് രാത്രിയെ പകലാക്കി പത്രോസിനെ പുറത്തു കൊണ്ടുവരാനായിട്ട് ആദിമസഭ പ്രാർത്ഥന ആരംഭിച്ചു.
ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധിയെ നേരിടുമ്പോൾ ഏറ്റവും നല്ല ആയുധം പ്രാർത്ഥനയാണ്. പിന്നെ മറ്റുള്ളവർക്ക് നിങ്ങളെ സഹായിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ഇന്ന് പ്രാർത്ഥിക്കുന്ന മോഡേൺ പ്രാർത്ഥനയല്ല. അവരുടെ കുടുംബം നോക്കാതെ, അവരുടെ വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിക്കാതെ, സകലതും മാറ്റിവെച്ചുകൊണ്ട് കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്ന അനുഭവത്തിൽ സ്വന്തം പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ആഹാരവും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു കൂട്ടം ജനങ്ങൾ, പല വീടുകളിലായിരുന്ന ജനങ്ങൾ സ്വന്തം കാര്യങ്ങളെല്ലാം വലിച്ചെറിഞ്ഞിട്ട്, അവർക്കും മക്കളുണ്ടായിരുന്നു, അവരുടെ കുഞ്ഞുങ്ങൾക്കും വിദ്യാഭ്യാസം വേണമായിരുന്നു, അവരുടെ കുഞ്ഞുങ്ങൾക്കും ആഹാരം കഴിക്കണമായിരുന്നു, എല്ലാ ജീവിത കാര്യങ്ങളും അവർക്ക് ചെയ്യണമായിരുന്നു. അവർക്കും ഉപജീവനത്തിന് പോയാലേ അവർക്കും സാലറി കിട്ടത്തുള്ളൂ. ആ സമ്പത്ത് കൊണ്ടേ, മീൻ പിടിക്കാൻ പോയാലേ അവർക്ക് ഭക്ഷണം കിട്ടത്തുള്ളൂ. ആ സമ്പത്ത് കൊണ്ടേ അവർക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇതിനേക്കാൾ കഷ്ടപ്പാട് അവർക്കുണ്ടായിരുന്നു. സ്വതന്ത്രമായിട്ട് കർത്താവിനെ ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യം പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആദിമസഭ തങ്ങളുടെ കയ്യിലുള്ള ആയുധം തിരിച്ചറിഞ്ഞു. അവരെ പ്രാർത്ഥനാ മുറിയിലേക്ക് കയറി നിലവിളിക്കുവാനായിട്ട് തുടങ്ങി. കാരാഗ്രഹ വാതിലുകൾ തുറക്കണം, നിയമങ്ങൾ മാറ്റപ്പെടണം, സ്വർഗത്തേക്ക് നോക്കി നിലവിളിക്കുവാനായിട്ട് തുടങ്ങി. പ്രിയ വിശ്വാസികളെ, സ്വർഗത്തിന് അടങ്ങിയിരിക്കുവാനായിട്ട് പറ്റിയില്ല. സ്വർഗം ചലിക്കുവാനായിട്ട് തുടങ്ങി. നിങ്ങളുടെ വീട്ടിലെ നിസ്സാര പ്രശ്നങ്ങളെ ഓർത്ത് രാവും പകലും നിങ്ങൾ നിലവിളിയാണ്. തെറ്റിപ്പോയ തലമുറയെ കുറിച്ച്, തോറ്റ് തുന്നം പാടി നിൽക്കുന്ന മക്കളെ കുറിച്ച് ഓർത്ത്, ജോലി കിട്ടാത്ത തലമുറയെ കുറിച്ച് ഓർത്ത്, 30 വയസ്സായിട്ട് കല്യാണം കഴിയാത്ത മക്കളെ കുറിച്ച് ഓർത്ത് നിങ്ങൾ നിരന്തരം നിലവിളിയാണ്. ആദിമസഭ കാരാഗ്രഹത്തിൽ അകപ്പെട്ടു പോയ ഒരു അപ്പോസ്തലനെ ഓർത്ത് സകലതും ത്യജിച്ച് നിലവിളിക്കുകയാണ്. സ്വർഗത്തിന് അടങ്ങിയിരിക്കുവാൻ ഹല്ലേലൂയ കഴിഞ്ഞില്ല. ക്രിസ്തു സന്തോഷിച്ചു കാണും. ഹല്ലേലൂയ. അവര് നിലവിളിക്കുന്നു. സ്വർഗം ഇറങ്ങി, നിയമമൊന്നും വേണ്ടി വന്നില്ല. ദൂതൻ ഇറങ്ങി കാരാഗ്രഹ വാതിൽ തുറന്നു. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധി എന്താണ്? ഇതിനേക്കാൾ വലിയ കാരാഗ്രഹത്തിലാണോ നിങ്ങൾ കിടക്കുന്നത്? ഇതിനേക്കാൾ വലിയ പ്രശ്നമുണ്ടോ? കാരാഗ്രഹ വാതിൽ ദൂതൻ ഇറങ്ങി തുറന്നു. ആദിമസഭ രാത്രിയെ പകലാക്കി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നിടത്ത് അവരുടെ പ്രാർത്ഥനാ മുറിയുടെ വെളിയിൽ മുട്ടുവാൻ തുടങ്ങി. വാതിലിൽ മുട്ടുകേട്ടു. പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം വാതിലിന്റെ പുറത്തു വന്ന് നിൽക്കുന്നു. എങ്ങനെ സംഭവിച്ചു പ്രിയമുള്ളവരെ? പ്രാർത്ഥനയുടെ ശക്തി നമുക്ക് അറിയാമോ? നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ വീട്ടിലെ 10,000 രൂപയുടെ ഒരു കടഭാരം മാറ്റാൻ നമുക്ക് പ്രാർത്ഥന കൊണ്ട് പറ്റുന്നില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? ഹല്ലേലൂയ. കോതമ്പ് മണി നിലത്തു വീണ് ചാകണം, സ്വയം ത്യജിക്കണം, ത്യജിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ആദ്യം ഹല്ലേലൂയ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിന് വേണ്ടി ജീവൻ പെടിഞ്ഞ മരണത്തിൻ മുഖാമുഖം കണ്ടുകൊണ്ട് ലോകത്തിന്റെ പല മേഖലകളിൽ ആയിരിക്കുന്ന ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെ കയ്യിലെടുത്ത് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ വേദനയാണ്. കർത്താവിൻ്റെ രാജ്യം വ്യാപ്തിക്ക് വേണ്ടി, സുവിശേഷം എത്തേണ്ടടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് ജീവൻ പണയം വെച്ച്, നമ്മളെപ്പോലെ ടെറസിട്ട വീടിൽ 35 ഡിഗ്രി ചൂട് വരുമ്പോൾ AC ഓൺ ചെയ്തിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും സുവിശേഷ പ്രവർത്തനവും അല്ല. ബോർഡറുകളിലും പല കാട്ടിലും മേട്ടിലും നടന്ന് ചില മിഷണറിമാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ എനിക്കും നിങ്ങൾക്കും ആ ശുശ്രൂഷ അറിയത്തില്ല. നമ്മൾ ഇവിടെ സുഖ സൗകര്യത്തിലിരുന്ന് 5 മിനിറ്റ് കറണ്ട് പോയാലും നമ്മൾ പുറത്തോട്ടെടുത്ത് ചാടും പ്രാർത്ഥനാ മുറിയുടെ. നമുക്ക് ചൂട് സഹിക്കാൻ പറ്റത്തില്ല. ഇതല്ല പ്രാർത്ഥന. യഥാർത്ഥ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകരെ വഹിച്ചുകൊണ്ട് ഒരു നാഴിക നേരം എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാനായിട്ട് കർത്താവ് ഒരുക്കമുള്ള ആത്മാക്കളെ നോക്കുകയാണ്. ഒരുക്കമുള്ള വ്യക്തികളെ നോക്കുകയാണ്. നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു നാഴിക നേരം എനിക്ക് വേണ്ടി ഉണർന്നിരിക്കാനായിട്ട് കഴിയുമോ? നിങ്ങൾ അതിന് തയ്യാറായാൽ, നിങ്ങളെ തന്നെ വിട്ടുകൊടുത്താൽ, നിങ്ങളുടെ പ്രശ്നങ്ങളെ മാറ്റിവെച്ചിട്ട് ഹല്ലേലൂയ വിട്ടുകൊടുത്താൽ, നിന്റെ വീട്ടിലെ കെട്ടുകൾ ശുശ്രൂഷ വ്യാപരിക്കുന്നതോടൊപ്പം നിന്റെ വീട്ടിലെ കെട്ടുകളും താനെ അഴിയും. പാരമ്പര്യത്തിന്റെ കെട്ടുകളും, തലമുറകളുടെ മേൽ കിടക്കുന്ന കെട്ടുകളും, സമ്പത്തിന്റെ മേൽ കിടക്കുന്ന കെട്ടുകളും, സകല കെട്ടുകളും അതിന്റെ താഴെയെ നിൽക്കത്തുള്ളൂ. ശുശ്രൂഷ വ്യാപരിക്കുന്നതനുസരിച്ച് നിന്റെ ഒരു നാഴിക നേരത്തെ പ്രാർത്ഥന ഒരു ശുശ്രൂഷകന്റെ ജീവിതത്തിന് പ്രൊട്ടക്ഷൻ ആയെങ്കിൽ, അവന്റെ മേൽ വരേണ്ട നിയമത്തിന്റെ വാള് മാറിപ്പോകുവാൻ നിന്റെ ഒരു നാഴിക നേരത്തെ പ്രാർത്ഥന കാരണമായെങ്കിൽ, നിന്റെ കുടുംബത്തെ ദൈവം മറക്കത്തില്ല. നിന്റെ തലമുറയ്ക്ക് നീ കൊടുക്കുന്നതിനേക്കാൾ വലിയ സംരക്ഷണം കൊടുക്കുവാനായിട്ട് സ്വർഗം ഇറങ്ങി വരും. ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വരും. നീ പിന്നെ ഭാരപ്പെടേണ്ടതായിട്ട്
വരത്തില്ല. അതുകൊണ്ട് ദയവായി തിരിച്ചറിയുക, കയ്യിലിരിക്കുന്ന ആത്മിക ആയുധങ്ങളെ തിരിച്ചറിയുക. പ്രാർത്ഥനാ മുറികളിൽ കടന്ന് 1 മണിക്കൂർ, 1 നാഴിക നേരം കർത്താവിന് വേണ്ടി, ശുശ്രൂഷക്കാർക്ക് വേണ്ടി കർത്താവിൻ്റെ ഹൃദയഭാരത്തെ ഒന്ന് ഏറ്റെടുക്കാമോ? ആ പ്രാർത്ഥനാ ജീവിതം നിങ്ങളൊന്ന് തുടങ്ങാമോ? നിങ്ങളെ ഒന്ന് ദൈവത്തിനായിട്ട് വിട്ടുകൊടുക്കാമോ? നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ.